തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 വിദ്യാർത്ഥികൾ പിടിയിലായി. ബാങ്കോക്കിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. വിദ്യാർത്ഥികളുടെ ഐഡന്റിറ്റികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ കസ്റ്റംസ് പുറത്തുവിട്ടിട്ടില്ല. അല്പം മുൻപാണ് കസ്റ്റംസ് വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അതായത് 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിലായിരിക്കുന്നു. 2 വിദ്യാർത്ഥികളാണ് ഇവർ. ഒരാൾ 23 വയസ്സുള്ള യുവാവും ഒരാൾ 21 വയസ്സുള്ള പെൺകുട്ടിയുമാണ്. ഇവർ ബാങ്കോക്കിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വിമാനത്തിൽ നിന്നായിരുന്നു ഇവർ പുറത്തേക്ക് ഇറങ്ങിയത്. പാഴ്സലുകളിലാക്കി ഏകദേശം 8 പാഴ്സലുകൾ ആക്കി മാറ്റിയ രീതിയിലായിരുന്നു ഈ കഞ്ചാവ്. കസ്റ്റംസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇവരെ പിടികൂടാനായത്. എന്തായാലും ഈ സമീപകാലത്ത് നടത്തിയ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളിൽ ഒന്ന് തന്നെയാണ് ഈ 10 കോടി രൂപയുടെ കഞ്ചാവ് കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. കാരണം കസ്റ്റംസ് നേരത്തെ എല്ലാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നെങ്കിലും ഇത്രത്തോളം വലിയ വില, പ്രത്യേകിച്ച് പ്രാദേശിക വിപണിയിൽ ഇത്രത്തോളം വലിയ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവുകൾ പിടിക്കുന്നത് ഇത് ആദ്യമാണ്. നേരത്തെ എല്ലാം കരിപ്പൂരിലും എറണാകുളത്തും എല്ലാം ഏകദേശം 3 കോടിയുടെയും 9 കോടിയുടെയും വരെ ഹൈബ്രിഡ് കഞ്ചാവുകളാണ് പിടികൂടിയത്. എന്തായാലും വിശദമായ പരിശോധനയിൽ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നു. 2 പേർ ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുണ്ട്. തുടർ നടപടികളിലേക്ക് കസ്റ്റംസ് ഉടൻ കടക്കും.